സ്ക്രീൻഷോട്ട് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ആപ്പിൻ്റെയും ആവശ്യമില്ലാതെ നമുക്ക് നിസ്സാരമായിട്ട് ഒരു സെറ്റിങ്സിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. ആ സെറ്റിങ്സ് ഏതാണെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ പവർ ബട്ടണും വോളിയം ബട്ടണും ഒന്നും ഇനി കംപ്ലൈൻറ്റ് ഒരിക്കലും ഉണ്ടാകുകയില്ല. ഈ സെറ്റിങ്സ് ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കൂ. എൻ്റെ കൂട്ടുകാർ, നിങ്ങൾ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും ചെയ്യൂ. ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്ക് പ്രയോജനകരമാകും. അതുകൊണ്ട് മറക്കാതെ ഒരു ഷെയർ ചെയ്യൂ. നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് നിങ്ങളുടെ ഫോണിൻ്റെ ഹോം സ്ക്രീൻ ഓപ്പൺ ചെയ്ത ശേഷം സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നേരെ താഴെയായിട്ടുള്ള ആക്സസിബിലിറ്റി എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നേരെ താഴെയായിട്ടുള്ള ഇൻട്രാക്ഷൻ ആൻഡ് ടെക്സ്റ്റാലിറ്റി എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അസിസ്റ്റൻ്റ് മെനു എന്നുള്ളത് ഓഫായി കിടക്കുന്ന കാണാം. നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഓൺ ആകുന്നതായിരിക്കും. അപ്പോൾ അവിടെ നേരെ താഴെയായി അപ്പോൾ സ്ക്രീനിൽ ഇങ്ങനൊരു പോപ്പപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ അലോ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ക്രീനിൽ ഇതുപോലൊരു ബട്ടൺ കാണാൻ സാധിക്കും. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കുറേ ബട്ടണുകൾ വന്നത് കാണാൻ സാധിക്കും. ഇവിടെ സ്ക്രീൻഷോട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എടുക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഫോണിൻ്റെ സൗണ്ട് വർദ്ധിപ്പിക്കാം. ഈ വോളിയം ബട്ടണിൽ ഇങ്ങനെ വലിച്ചിട്ടുകൊണ്ട് ഇനി നിങ്ങൾക്ക് പവർ ബട്ടൻ്റെ ആവശ്യമില്ല. അതുകൂടാതെ നിങ്ങൾക്ക് ഇവിടെ നിന്നും പവർ ഓഫ് ആക്കണമെങ്കിൽ ആക്കാം. ഇവിടെ ഒരുപാട് ബട്ടണുകൾ കാണാൻ സാധിക്കും. അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.